നിക്കടാ, സൂക്ഷിക്കണം. പോലീസിന്റെ കയ്യിൽ പോയി പെടരുത്. പെട്ടാ കൂമ്പിനിട്ടിട്ടുള്ള മാക്രി. പിന്നെ വെറും കൈയോടെ ആരും തിരിച്ചു വരികയും ചെയ്തത്. എന്ന് വെച്ചാൽ അൽക്കുലത്തെ സാധനം വേണ്ട. നല്ല കോസ്റ്റ്ലി ആയിട്ട് നോക്കി എടുക്കണേ മക്കളെ. ആ, നീ എവിടെയാ പോണത്? ഞാൻ റെയിൽവേ സ്റ്റേഷൻ. തലക്കെട്ടുണ്ടല്ലോ, വീട് കിട്ടിയെടുത്താ. അവിടുന്ന് പെറുക്കിയെടുത്തു. കായങ്ങളും കൊച്ചുണ്ണിക്കാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോ മക്കളെ. പോ. നീയോ? അത് ഹോട്ടലില്. ഹോട്ടലില്ല, അവിടെ സാപ്പാടി സമയം കളയരുത്. കളക്ഷൻ കറക്റ്റ് ആയിട്ട് എത്തിക്കണം. ചാടി പോ. ആ, നീയോ? ഞാൻ മാർക്കറ്റില്. ആ, തിരുത കണ്ട വിടണ്ടാട്ടോ. നല്ല തിരുതനെ പൊരിച്ചില്ല. ഓൾ ദ ബെസ്റ്റ് ആൻഡേ. അയ്യോ, പോക്കറ്റ് അടിക്കാനാ. ബ്ലേഡ് കത്രയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ടച്ച് വിട്ടിട്ടില്ല മക്കളെ. ശരി ചെല്ലു മോനെ, ചെല്ലു മക്കളെ. ഈശ്വര കണ്ടു പടി മോനെ, തൊഴിലിനോടുള്ള ആത്മാർത്ഥത. അവന്റെ നിപ്പ് കണ്ടില്ലേ? കളക്ടറുടെ മോഹന വിചാരം. ദേഷ്യപ്പെടാറ് ഡാർജിലിംഗ്. എന്റെ തങ്കക്കൂടെ ഒന്ന് കലക്കുവാ. ഞാൻ ഇന്ന് കലക്കി തരാം. നമ്മൾ പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞ ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരാവേ കേട്ടാ. ശരി പോ. ഡീസന്റ് ആവും. വരണം സർ. വരൂ മാഡം, പ്ലീസ്. ഹലോ. എന്ത് സർ വേണ്ടത്? ഷോ മീ ദി ചെയിൻസ് latest. ഞങ്ങൾക്ക് ഒരു 10 പവനോളം വരുന്ന പുതിയ ഫാഷനിലുള്ള ഒരു ചെയിൻ വേണം, അല്ലേ ചേട്ടാ? Yeah. Sir. 10 pavans. Is it Indian jewelry? Yeah. Very bad. ഇഷ്ടപ്പെട്ടില്ല? ഓ. Life is beautiful. Oh, nice to meet you. ഇതല്ലേ ചേട്ടാ മാല? No, this is not. That is. അല്ല, ഇതാണ് ചേട്ടാ. ഞാനല്ലേ ആ മാല പർച്ചേസ് ചെയ്തത്. കൊള്ളിനെ കൂടെ കൂമ്പിടിച്ചു പോട്ടും. ഇത് ഷോപ്പാണ്, റിമെമ്പർ മീ. ഓ നൈസ്. ഏത് മാലയാണ് സർ? എന്റെ സിസ്റ്ററിന് വേണ്ടി ഇതുപോലൊരു മാല പർച്ചേസ് ചെയ്തിരുന്നു. It's enough. How much gram weight? 79,300 ഉണ്ട്. അയ്യോ, 10 പവൻ തികച്ചില്ല. Too bad like that. അല്ല, നല്ലതാ. That's enough. Okay. Please count it immediately because I'm very busy. തന്നെ. $27,500. Oh, can I give check? അയ്യോ സർ, ചെക്ക് സ്വീകരിക്കാൻ ഇവിടെ മുതലാളിയില്ല. Yeah. ഈ മാല മാറ്റി വെച്ചേക്കും. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വന്നെടുത്തോളാം. Okay. Anything wrong? Nothing. Any doubt? No doubt sir. Okay. Hi beauty. Bloody rascal. മാഷേ, ഞാൻ കേറി പിടിച്ചിട്ടില്ല. അയ്യോ, ഞാനല്ല. അയ്യോ, ഒയ്ക്കോ. അയ്യോ, ഇന്നലെ ചേച്ചി പറയല്ലേ. അയ്യോ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനെന്താ എന്താ ഇടലേ കള്ളനാ, മുക്കൊണ്ട് വെച്ചിട്ട് സ്വർണ്ണമാല മോഷ്ടിച്ചവനാ. നീനകളെ കുരുതി ഈ ഫാനിങ് നീ ചെറുക്കനെ ചേർക്കണ്ടെന്ന്. എന്റെ കോട്ട് വാടക ദൈവം ശിക്ഷ ഞാൻ നോക്കണം. അവിടെ അടുക്കരുത്, ഒച്ചടത്ത് അടുക്കരുത്. എല്ലാത്തിനും ഞാൻ വെടിവെച്ച് കൊല്ലും. അല്ല, കത്തിയോടെ കുത്തിക്കൊല്ലും. ഞാൻ പുതിയ കത്തിയാണ് മൂർത്തിയില്ലാതെ മേടിക്കരുത്. കൊല്ലും ഞാൻ. കൈ മുറിക്കും. ഓടിക്കാം. കൊല്ലും ഞാൻ. ഓടിക്കോടി. അത് കഴിഞ്ഞ് ഓടാം. ഏതെങ്കിലും പോലെ ഈ പോലെ പടിയിലില്ല. ആപ്പിള്. അയ്യോ, ഇപ്പൊ ആപ്പിൾ കട്ടിയാൻ പറ്റില്ല. ആപ്പിൾ ബോംബ്. ആപ്പിൾ. ഇത് ആപ്പിൾ ബോംബാണ്. ഇത് കടിച്ച പൊട്ടും. പൊട്ടി എല്ലാവരും ചാവും. ഞാനിപ്പൊ കടിക്കും. ഇപ്പൊ കടിക്കും. ഞാൻ കടിക്കും. അത് ബോംബല്ല, വെറും ആപ്പിളാ. അതിനവര് കണ്ണു കാണാൻ മനുഷ്യ അന്തകൻ. നമ്മുടെ നായര്.
ഈ പാതിരാത്രിയിൽ എന്നെ പറഞ്ഞു വിടരുത് ചേട്ടാ. രാജന്റെ കണ്ണിൽ തീ പാറി. വഞ്ചകി, നീ പോയില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും. എന്റെ കഥാപാത്രത്തെ ചവിട്ടി പുറത്താക്കാൻ എനിക്കറിയാം. നിന്നെ ചവിട്ടി പുറത്താക്കുന്ന കാര്യമാണ് പറഞ്ഞത്. മനുഷ്യൻ ഉറങ്ങണം. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണേ. നോവലിസ്റ്റ്. നിനക്ക് പകലിരുന്ന് എഴുതിക്കൂടെ? പകൽ ആമ്പിള്ളേരുടെ നോവല് കുത്തിയിരുന്ന് വായിച്ചിട്ട് വേണ്ടേ അവന് രാത്രിയിൽ ഉണ്ടാക്കാൻ? എഴുതി കൂട്ടിക്കോട്ടേട്ടാ. ഞാൻ ഇതെല്ലാം കൂടി തൂക്കി വിറ്റേ ഒരു ഷഡ്ഡി മേടിക്കാം. തൂക്കാൻ വന്നാ നിന്റെ അന്ത്യം മരണമായിരിക്കും. കീടനാശിനി എത്തിയെന്ന് തോന്നുന്നു. പോയി തുറന്നുവിട്. ഒന്ന് പോയി തുറക്കടാ. ഞാൻ ഉറങ്ങിയിട്ട് 1.5 മണിക്കൂറായി. കേശവേട്ട ഒന്ന് തുറക്ക കേശവേട്ടാ. വാതിൽ ഇവിടെ കൊണ്ടുപോവാ, തുറന്നു തരാം. ഒരു വാതിലടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കും. ഒന്ന് മിണ്ടായിരിക്കടോ. എടോ തമ്പയം തുറന്നു കൊടുക്ക്. പിന്നെ എനിക്ക് വരെ പണിയുണ്ട്. ഛേ, ഉറക്കം വരാത്തത് എന്തുകൊണ്ട്? രാത്രി കയറി വന്നോ. എന്തുകൊണ്ട്? ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? ഇത് ഞാനല്ല. പക്ഷേ ഇത് ഞാൻ തന്നെയാണ്. ഇവൻ പോയില്ലേ? ചാണകം ഉണ്ടാ. ഉണ്ടേം ചെണ്ടയൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നെ പറ്റിച്ചിട്ട് മുങ്ങാന്ന് കരുതിയല്ലേ? അവിടെ നിൽക്ക്. എങ്ങോട്ടായി പോക്ക്? ഇനി മുതൽ ഞാനിവിടെ ഉണ്ടാവും. ഈശോയെ, ഒരു കണക്കിനെ ഒഴിവാക്കിയത്. ഇനി മരണത്തെ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞു വിടാനുള്ള പരിപാടി ആലോചിക്കുകയാണല്ലേ? ഏതായി പയ്യൻ? എന്റെ അച്ഛന്റെ അനിയൻ. ഓ, ആ. എപ്പ എത്തി? എത്തിയതല്ല, വലിഞ്ഞു കേറിയതാ. അന്ന് നാളെ വെക്കാം. ഏതായി കുട്ടി? പഞ്ചർ ബ്രദേഴ്സിന്റെ തിരക്കിട്ട വർക്കിനിടയ്ക്ക് ഇവന്റെ കാലിൽ ഒരു മുള്ളു കയറി. മുള്ളല്ല അള്ള. അതെ, അല്ല. അപ്പൊ തന്നെ ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് പറഞ്ഞു വിട്ടതാ ഇവനെ. ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം സ്ഥലം വിടാൻ നോക്ക്. എങ്ങോട്ട്? നിന്റെ വീട്ടിലോട്ട്. എനിക്ക് വീടില്ല. ആ, വീട്ടിലെ പോയി ലോണിന് അപേക്ഷിക്കും. അല്ല, ഈ 12 വയസ്സായ കുട്ടിക്ക് വീട് വെക്കാൻ ലോൺ കൊടുക്കുവാ സാറേ? അയ്യോ. അപ്പൂപ്പ, ഈ രാത്രി ഞാൻ എവിടെ പോവാനാ? കൊച്ചു കുഞ്ഞല്ലേ, ഇന്നത്തേക്ക് ഇവിടെ കിടക്കട്ടെ. നാളെ കാലത്ത് പറഞ്ഞു. താങ്ക് യു അപ്പൂപ്പ. അപ്പൂപ്പൻ. അതെന്റെ കിടക്കാണ്. എടാ കുട്ടിപ്പീശാചേ, നീ താഴെ ഇറങ്ങി കിടക്ക്. നിലത്ത് കിടന്നാലേ എനിക്ക് തണുക്കും. അയ്യോ. പിന്നെ ഉറക്കത്തിൽ ചിലപ്പോ ഞാൻ മൂത്രം ഒഴിക്കും. ഭണ്ഡാരമടങ്ങാൻ. അതെ, ആ ചെറുക്കൻ മൂത്രം ഒഴിക്കുള്ളു. ഞാനുണ്ടല്ല. മോളെ ഉമേ, സത്രത്തിലേക്കുള്ള ചായ. ഞാൻ കൊണ്ട് കൊടുക്കാം. വേണ്ട, നീ പോകണ്ട. ആ മോളെ, ആ പറ്റുകാശിന് തന്നേക്കാൻ പറയും. ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നാണമില്ലാത്തമാരാ. ഞാൻ വേണമെങ്കിൽ പോയി ഇടിച്ചു വാങ്ങിക്കാം. നിന്നെ കൊണ്ട് ഇടിക്കാനല്ലല്ലോ, കഴിക്കാനല്ലേ പറ്റൂ. കൂടി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഇന്ന് പോള് നേരത്തെയാണല്ലോ. എല്ലാവരും ഒന്നിച്ച് കിട്ടണമെങ്കിൽ നേരത്തെ വരണം. ഇവിടെ കൃത്യമായി കാശ് തരുന്ന ഒരേ ഒരാൾ അങ്ങള് മാത്രമേ ഉള്ളൂ. ഹലോ, എന്നും ചായ കുടിക്കുന്നുണ്ടല്ലോ. കാശൊന്നും ഇല്ലേ? ജോലി കിട്ടുമ്പോ തരാം. അപ്പൊ പിന്നെ ഈ ജന്മത്തിൽ പ്രതീക്ഷിക്കണ്ട. എടോ കീടം, മാഡം, പറ്റൊരുപാടായേ. ഇവിടെ വിഷം മേടിക്കാൻ പോലും കാച്ചില്ല മക്കളെ. പഞ്ചാര അല്പം കൂടുതലാണ്. എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി പരിപാടി? നീ എന്റെ മണ്ടക്ക് കീടടിച്ചാണ്ടല്ലോ. എല്ലാവരും കേൾക്കാൻ വേണ്ടി വായിക്കുകയാണേ. എന്തുകൊണ്ട് 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 26 പഞ്ച് ബ്രദേഴ്സ് 306. മനുഷ്യനെ കിടത്തി ഉറക്കത്തില്ലല്ലോ. അവിടെ ഒരു മുടിഞ്ഞ ചായപ്പറ്റ്. അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ആ പറ്റിങ്ങി താ. തരാനുള്ള കാശ് പിന്നെ തരാം. ഇപ്പോഴത്തെ ചായയുടെ കാശ് പറ്റിലെഴുതിക്കും. ചേച്ചി, എനിക്കൊരു ചായ. ഇതാരാ? ചേട്ടന്റെ മോനാ? പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. കേട്ടോടാ, നീ കാരണം ഈ പെങ്കൊച്ചിന്റെ മുമ്പിൽ എന്റെ ഇമേജ് കംപ്ലീറ്റ് പോയില്ലേ? ഇനി ഒരു നിമിഷം കൂടെ കണ്ടു ഒരു പിശാച്. ഒന്ന് പോയി താ കൊച്ചെ. ഞാൻ പൊക്കോളാം. നീ കൊച്ചേ, കയ്യിലെ കാശ് വായിലെ ദോശ. അതുകൊണ്ട് ആർക്കും കടം കൊടുക്കരുത്. എന്താ നിന്റെ ഉദ്ദേശം? പച്ച പാതിരയല്ലേ, കൊച്ചു കുട്ടിയല്ലേ എന്ന് കരുതിയാണ് ഇന്നലെ ഇവിടെ കയറ്റി കിടത്തിയത്. ഇനി ഇവിടെ തന്നെ കൂടാൻ നോക്കണ്ട. എന്തിനാ ഞങ്ങൾക്കൊരു ഭാരമായി മാറുന്നത്?
നിന്റെ ഊരും പേരും പറ, ഞാൻ അവിടെ കൊണ്ടാക്കാം. ഏയ്, എടാ നിന്നോടാ ചോദിച്ചേ? ഞാൻ അനാഥന. അന്ന് നിന്നോടൊപ്പം കണ്ട ഹിടുമ്പനി ഹിടുമ്പിയും അവരെന്റെ ആരുമല്ല. പോകാൻ വേറെ ഇടയില്ലഞ്ഞിട്ടാ ഞാൻ അവരുടെ കൂടെ കൂടി. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. ദാ, അനാഥനാണെന്ന് നീ പറഞ്ഞ സത്യമാണോ? ആരും ഇല്ലാത്തവർക്ക് എല്ലാവരും ഉണ്ടാവുന്ന ഒരു കാലം വരും മോനെ. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, അനിയൻ, അനിയത്തി, അങ്ങനെ എല്ലാവരും. മോനൊരിടത്തും പോണ്ട. അതെ, ആ പയ്യന് ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേറൊരു പണിയുണ്ട്. എന്താടാ? രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പുഴുങ്ങിയ താറാമുട്ടയും ചാളയും കൂടെ വായിലിട്ട് ചവച്ചിറച്ച് നനഞ്ഞ തുണി കൊണ്ട് വായ മൂടി കെട്ടിക്കിടന്ന് ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വായിൽ കെട്ടഴിച്ച് മാറ്റി പയ്യനെ വിളിച്ചു വരുത്തി മോനെ എന്ന് വിളിച്ചാൽ മതി, അവന് ജില്ല വിട്ട് ഓടിക്കോളും. അതിന് മുട്ടയും ചാളെ വേസ്റ്റ് ആക്കണമെന്നില്ല. പിന്നെ നീ ആ പയ്യനെ വെറുതെ അടുത്ത് വിളിച്ചിരുത്തി മോനെ എന്ന് വിളിച്ചാ മതി. പിന്നെ ആ പയ്യൻ തട്ടിപ്പോകാണ്ട് നോക്കണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആശാനെ, ഇവനെ പറഞ്ഞു വിടില്ലേ? ഇവനെ പറഞ്ഞു വിടുന്നില്ല. ആശാനെ, മിണ്ടരുത്. അല്ല, അത് ഇന്ന് മുതൽ ഇവൻ നമ്മളിൽ ഒരു അംഗമാണ്. ഞാൻ ഒന്നും കാണാതെ ഒരു കാര്യം തീരുമാനിക്കില്ല എന്ന് നിനക്കറിയാലോ. ആശാനെ, എങ്കിലും പങ്കിലും ഒന്നുമില്ല. ആർക്കെങ്കിലും വിരോധം ഉണ്ടെ കൈവക്കാം. എന്താ ഇന്നത്തെ ചായ കലക്കി. ഇത് പറയാനാണോ ഓടി വന്നത്? ഇന്നത്തെ പെർഫോമൻസും കലക്കി. പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം. എങ്ങനെ? അല്ല, ഇങ്ങനെ. ഓ, വളരെ നന്ദി. താങ്ക്സ്. പറ്റി തീർക്കാതെ നിങ്ങളെ പറ്റിക്കുന്നവരോട് ഇങ്ങനെ തന്നെ പറയണം. എല്ലാം ദരിദ്രവാസികളാ. അപ്പൊ ഈ പറയുന്ന ആളോ? അത് പിന്നെ നാളെ തരാം. അതെ, ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ. ചൂടാവുമ്പോ ഉമയെ കാണാൻ നല്ല ഭംഗിയാ. ആണോ? ഉമ എന്താ എന്നും ചായ എന്നിട്ട് പെട്ടെന്ന് പോരുന്നത്? അയ്യോ, നാളെ മുതൽ ചായ തന്നിട്ട് ഞാൻ പിറ്റേന്ന് പോന്നോളാം. മതിയോ? ഉമയുടെ ഹ്യൂമർ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉമേ, എനിക്ക് തന്നോടൊരു കാര്യം പറയണ്ട്. എന്താ? അല്ല, നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണുന്ന കാര്യം മറ്റ് പ്രദേശത്ത് അറിയണ്ട. അറിഞ്ഞാല് എനിക്ക് തള്ളു വയ്ക്കും. മോളെ ഇവ കള്ളനാ, പറയുന്നത് വിശ്വസിക്കല്ലേ? അല്ല, പൊന്നെ പറയട്ട, കുളം കലക്കി പരത്തിനെടുത്തപ്പോ തൃപ്തി അല്ലല്ലേ? ദേ, CC അറിഞ്ഞ് തീരാറായെന്നൊന്നും ഞാൻ വിചാരിക്കില്ലട്ടോ. എടാ, രാവിലെ ഒരു ഗ്ലാസ് ചായ തരുന്ന കൊച്ച, നീ ആയിട്ട് ഇല്ലാതാക്കരുത്. നിങ്ങളെ കേശവൻ പിള്ളയല്ല, ശവം പിള്ളയാണ്. വെറുതെ അല്ല മക്കൾ ഇവിടെ കൊണ്ടൊന്ന് പണ്ടാറടങ്ങിട്ട് പോയത്. കയ്യിലിരിപ്പിതല്ലേ മോനെ? നിനക്കൊരു ഭാവി ഉള്ളതാ. ഇയാളുടെ കൂടെ നടന്നാ നശിപ്പിക്കരുത്. കോശവൻ പിള്ള. റോജുവനെ, ഇവനെങ്ങനെ വിട്ടാ പറ്റൂല. ഇവനിട്ടൊരു പണി കൊടുക്കണം. ഇത്രയും വേണോ അപ്പൂപ്പ? വേണം. അവൻ നമ്മളോട് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ ഇത്രയെങ്കിലും ചെയ്യണം. രാവിലെ കൊടുത്താ മതി. ഇത് വായിച്ച് അവരത് ശരിക്ക് കുളിച്ച് കോരട്ടെ. 5 കിലോ അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ പോലും ദേ ഇത്രയും തിരക്ക് കാണൂല. അതിന് നിന്നോട് ആരും റേഷൻ കടയിൽ പോവാൻ പറഞ്ഞില്ല. റേഷൻ കടയിലല്ല, മദ്യഷാപ്പിൽ തന്നെ പോയത്. അത് എന്നേ നിർത്തി. ഇപ്പൊ ബിവറേജ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ തന്നെയോ പോയത്. ക്യൂ കണ്ടാ തോന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മനുഷ്യ ചങ്ങല പിടിച്ചാണെന്ന്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതെ, അതെ, ഈ മദ്യം കണ്ടുപിടിച്ചത് ആരാണാവോ? മദ്യം കണ്ടുപിടിച്ചത് മധ്യപ്രദേശിലെ മദ്യപാനിയായ ഒരു മധ്യവയസ്കൻ ഡോക്ടർ മദ്യപാനി. ആഹാ, സ്മോള്, ലാർജ്, പെഗ്, പൈന്റ്, ഫുള്ള്, വാള്. ഇതെല്ലാം അടിക്കാനുള്ള സെറ്റപ്പാണോ? അല്ലടാ, അയാളുടെ ഡിഗ്രിയാണ്. ഓ, നോക്കിയിരിക്കാൻ അടിച്ച് കൂമ്പുപോട്ടാ നോക്ക്. പൈസ കൊടുക്കുന്നില്ലെങ്കിലും ഈ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ചവിട്ടി പുറത്താക്കത്തത് നമ്മുടെ ഭാഗ്യം. രാവിലെ എല്ലാവരും ചായ മോന്തണല്ലേ? അതിന്റെ കാശ് കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ അതും കട്ട്. പിന്നെ ഒരു ചായക്കട. എടാ, ഈ തക്കിട പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിയും ചെയ്താലോ? എന്തു പണി? മോഷണം. എന്നിട്ട് വേണം കള്ളൻ എന്ന ചീത്ത പേര് കേൾക്കാൻ. ഇപ്പൊ തന്നെ അഡ്രസ് ഇല്ലാത്തവനാ ഞാൻ, അനാഥൻ. ആവാരാഹും ആവാരാഹും. നിർത്തണം. ശരിയാ, ഞാൻ ആരാഹും, ഞാൻ അനാഥനാ.
ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്നോട് ആശ കേക്ക് പാടുന്നത് കണ്ടില്ലടാ ആശ കറിയുന്നത് കണ്ടില്ലടാ. ഞാൻ വെറുതെ പാടിയതാ. ദൈവമേ അപ്പൊ ആശയെന്ന് ബുക്ക് ചെയ്ത് പാടിയിരുന്നെങ്കിലാ. എടാ നിങ്ങൾക്കറിയോ ഈ തെരുവിൽ ഒറ്റയ്ക്ക് വളർന്ന് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അനാഥനായത്. ആശാന് ഞാനില്ലേ? നീ മാത്രമല്ല ആശാന് ഞാനും ഇല്ലേ? നിങ്ങൾ മാത്രമല്ല ഞാനും ഇല്ലേ? ഇങ്ങനെ കറിയരുത് ആശാന്. ആശാൻ എന്റെ ദൈവമാണ്. ഞങ്ങളുടെയും എന്റെ എന്ത് ചോദിക്കാനും പറയാനും ഞങ്ങളില്ലേ? ആശാൻ എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. പാവം പെരറിഞ്ഞിരിക്കണ എന്റെ അച്ഛൻ എന്നെ ഗൾഫിൽ അയക്കാൻ പറ്റുന്ന കാശ് കള്ളനടിച്ചോണ്ട് പോയി. എന്നിട്ടും ആ കളം വീട്ടാൻ വേണ്ടി ഇന്നും ആശാന്റെ പുറകെ ഈ ചാളയെക്കൊണ്ട ചുമ ഞാൻ നടക്കണില്ലേ? നടക്കണ്ട നടക്കണ്ട അവിടെ നിന്ന് ഈ മുടിഞ്ഞ കുടിയാണ് എല്ലാത്തിനും കാരണം. നാളെ ഞാൻ കുടി നിർത്തും. ആശാനെ നാളെ അവധിയാണ്, സൺഡേ. എന്നാ മറ്റന്നാ നിർത്താം. എന്താടാ എന്ത് പറ്റി? ആശാനെ ആശാന്റെ കാര്യം ഓർത്തിട്ട് അവന്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടല്ല പിന്നെ ഈ കുപ്പിയിലെ സാധനം തീർന്നു പോയി. അതാണ്. എന്നാ ഞാൻ ഇനിയും പോയിട്ട് വരാം. വേണ്ട 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 ഇപ്പൊ തന്നെ ആവശ്യത്തിന് അരിയായി. എനിക്കൊരു പക്കടിക്കണമെങ്കിൽ ഒരു ഫൈന് കൂടെ മേടിച്ച് ഞാൻ ബ്രദേഴ്സ്, വെള്ളം അടിച്ചാ കുഴഞ്ഞു വിടരുത്. ഇങ്ങനെ മസിൽ പിടിച്ച് കല്ല് പോലെ നിൽക്കണം. ശേഷം 34 ഇവിടെ 34. ആ എന്തായി? ഉമ്മച്ചേച്ചി ഒരു സാധനം തന്നെ വിട്ടിട്ടുണ്ട്. ഉമ്മച്ചേച്ചി എന്ത് സാധനം? ഒരെടുത്ത കർത്താവേ, എന്തെടാ? നടക്കട്ടെ, നടക്കട്ടെ. മൊട്ടേന്ന് പിടിച്ചില്ല അതിനു മുമ്പ് അവൻ. കർത്താവേ, എന്റെ ജീവന്റെ ജീവനായ ഓടാ മരപ്പട്ടി തെണ്ടി കീടം. അയ്യോ ഞാൻ ഇരിക്കുന്നിടത്തോണ്ട് കാലൊക്കെ തന്റെ താരോട് പറഞ്ഞു. തെണ്ടി. ഒരു ലെറ്റർ വായിക്കാനുള്ള സ്വാതന്ത്ര്യം ഗാന്ധിജി നേടിത്തന്നില്ല കർത്താവേ. എന്റെ ജീവന്റെ ജീവനായ ജാക്കി ചാൻ. ജാക്കി ചാൻ. ഞാൻ അവിടെ വരുമ്പോ അടുപ്പം കാണിക്കാത്തോണ്ട് എന്നോട് പിണക്കമാണോ? നമ്മൾ കൂടുതൽ സംസാരിക്കും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ എല്ലാവർക്കും സംശയം തോന്നും. അതുകൊണ്ട് സ്നേഹം തൽക്കാലം മനസ്സിൽ മാത്രം മതി. മതി മതി. ജാക്കി ചായൻ സുന്ദരനാണ് കേട്ടോ. ജാക്കി ചായന്റെ അത്രയും സൗന്ദര്യം എനിക്കില്ലെന്നറിയാം. പക്ഷേ എന്റെ കൂട്ടുകാരി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കുറെ മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ല. ജാക്കി ചായൻ വാങ്ങിത്തരുമെന്ന വിശ്വാസത്തോടെ ലിസ്റ്റ് ഞാൻ എഴുതുന്നു. മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ ഉഴുന്നുപരിപ്പ്, മേനി അഴക് വർദ്ധിപ്പിക്കാൻ 2 കിലോ കടല, തലമുടി വളരാൻ 1 ടിൻ ശുദ്ധമായ വെളിച്ചെണ്ണ, കൺതറത്തിലെ കറുപ്പ് മാറ്റാൻ 1 കിലോ ഉരുളക്കിഴങ്ങ്. അവിടെ കറുപ്പില്ലല്ലോ. കൈമുട്ടിലെ കറുപ്പ് മാറ്റാൻ പൊറോട്ട മാവ് തന്നെ വേണം. കള്ളി. അപ്പൊ ടോട്ടൽ ബ്ലാക്ക് ആണല്ലേ? പിന്നൊരു കാര്യം മറന്നു. അടുത്ത ആഴ്ച എന്റെ പിറന്നാളാണ്. എനിക്ക് 1 പവന്റെ മാല വാങ്ങിത്തരും എന്ന വിശ്വാസത്തോടെ ജാക്കി ചായന്റെ സ്വന്തം ഉമ. ഇതിനെല്ലാത്തിനും കൂടി 5000 രൂപയെങ്കിലും വേണ്ടി വരും. എന്റെ കർത്താവേ, പ്രേമത്തിനൊക്കെ ഇപ്പൊ ഇത്ര വിലയുണ്ടോ? മണ്ടരിക്കത് ഏതടിക്കാനാണ്? സുന്ദര, എടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. കീടമെന്ന് വിളിക്കണോ? പേര് വിളിച്ചപ്പോഴേ മനസ്സിലായി ഉപകാരത്തിനാണെന്ന്. നേരത്തെ കയ്യെടുത്തിട്ട് കാര്യം പറയടാ. എനിക്കൊരു 5000 തരും. 5000 രൂപ എന്തിന്? അത് എനിക്ക് ഭയങ്കര വയറുവേദന. ഡോക്ടറെ കാണണം, മരുന്ന് പഠിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, സ്കാൻ ചെയ്യണം. 5000 രൂപ മതിയാ? പോരാ എന്നാലും. തൽക്കാലം എന്റെ ഇത്രേ ഉള്ളൂ താങ്ക്സ്. എന്നും പറഞ്ഞ് ഞാൻ നിനക്ക് തന്നാ ഈ കീടനാശിനി അടിച്ച് ഞാൻ ചാകേണ്ടി വരും. പോടാ. അപ്പൊ നീ എനിക്ക് തരൂലേ? തരികേല. ഉറപ്പാണ്? ഉറപ്പ്. പോടാ പട്ടി. ഏ? പോടാ പട്ടീന്ന്. ഏ എടാ സൈഫു, ആ നിന്റെ അടുത്ത് കാശൊന്നുമില്ലെന്ന് എനിക്കറിയാം. കാശില് തരാൻ വന്നാണോ? അതല്ല, നിന്റെ ഈ മാല ഒരാഴ്ചത്തേക്ക് എനിക്കൊന്ന് മറിക്കാൻ തരാമോ? ആഹാ, എടാ ഇങ്ങനെയൊക്കെയല്ലേ കൂട്ടുകാരെ സഹായിക്കാൻ പറ്റുള്ളൂ. എന്നാ വെച്ചോ. താങ്ക്സ് ഡാ. ഇത് പണയം വെച്ച 5000 രൂപ കിട്ടോ? അതെനിക്കറിയില്ല, ഞാൻ 15 രൂപയ്ക്ക് വാങ്ങിച്ചതാ. 15000 രൂപയ്ക്കാ? വെറും 15 രൂപയ്ക്ക്. ദിസ് ഈസ് റോൾഡ് ഗോൾഡ്. ദരിദ്രവാസി, പണയം വെക്കാൻ ഒരു മാല പോലും ഇല്ലാത്ത തെണ്ടി. നീയൊക്കെ എന്തിനാണ് ഇവിടെ വസിക്കുന്നത്? നിനക്കൊന്നും ഒരു കാലത്ത് ജോലി ശരിയാവില്ലടാ. ഇങ്ങോട്ടിരിക്കേ. എന്താ കാര്യം? ആശാനെ, എനിക്കൊരു 5000 രൂപ വേണം. എന്തിന്? അമ്മ അമേരിക്കക്ക് പോണോ? അല്ല, അമ്മക്ക് സുഖമില്ല. എത്ര വയസ്സായി? അമ്മക്ക് 40, 45. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യും. 50. അമ്മക്ക് സുഖമില്ല. 5000 രൂപ വേണം. ഓഹോ ബ്രദർ, ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. ആശാനെ ഞാൻ കൊടുക്കാം ആശാനെ. അല്ലെങ്കിൽ വേണ്ട ആശാനെ ഞാൻ ഏയ് കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുക്കാം.
5000 രൂപ പെറ്റമ്മയുടെ പേര് കള്ളം പറഞ്ഞ് കാശ് പിരിക്കാൻ നടക്കുന്നതാ തെണ്ടി. കാശില്ലെങ്കിൽ അത് പറഞ്ഞ പോരെ എന്തിനാ തല്ലിയത്? നോക്കിക്കോ, നിങ്ങളുടെ ഒന്ന് സഹായം ഞാൻ കാശുണ്ടാക്കും. എങ്ങനെ? അന്തസ്സായിട്ട് തെണ്ടും. അവൻ പറഞ്ഞത് കേട്ടോടാ, അവൻ നമ്മളെ പോലെ ജീവിക്കുമെന്ന്. അതിനിത്തിരി പുളിക്കും. ബ്രദേഴ്സ് Yes. റിലാക്സ്. ആ